ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ആരാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു? റബീഅല്ലേ? ആരാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു? ഹബീബായ നബി തങ്ങളുടെ ആശിഖാണ്, ഹബീബായ നബി തങ്ങളുടെ മുഹിബ്ബാണ്. നബി തങ്ങൾ ഒരുപാട് സ്നേഹിച്ച മനുഷ്യനാണ്, നബി തങ്ങളെ തന്റെ ജീവിതമാക്കി കൊണ്ടുവന്ന മനുഷ്യനാണ്. ആരാ? ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി, ഉവൈസ് ബിൻ ആമിർ അൽ ഖർനി റളിയല്ലാഹു അൻഹു. ജീവിതമേ നബിയായിരുന്നു, ജീവിതമേ നബിയായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് നബിയെ കാണാൻ ഇഷ്ടപ്പെട്ട മനുഷ്യനാണ്, ജീവിതത്തിൽ ഒരുപാട് നബിയെ കാണാൻ കൊതിച്ച മനുഷ്യനാണ്. ആ മനുഷ്യനുണ്ടല്ലോ, ഒരവസരം ഹബീബായ നബി തങ്ങളെ കാണാൻ മദീന പള്ളിയിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറ ശരീഫിന്റെ മുമ്പിൽ വന്നതുമാണ്. നബിയെ കാണാൻ സാധിച്ചില്ല. ഉമ്മയുടെ കൽപ്പനയുണ്ട്, എത്രയും പെട്ടെന്ന് തിരിച്ചു ചെല്ലണമെന്ന്, എത്രയും വേഗം തിരിച്ചു ചെല്ലണമെന്ന് ഉമ്മയുടെ കൽപ്പനയുമുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉവൈസ് ബിൻ ആമിറുൽ ഖർനി റളിയല്ലാഹു അൻഹു തിരിച്ചു പോയില്ലേ പ്രിയപ്പെട്ടവരെ? ഉവൈസ് തങ്ങൾ തിരിച്ചു പോയില്ലേ? നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ആ ഉവൈസ് തങ്ങൾ നബിയെ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞില്ലേ, മുത്തുനബി തങ്ങൾ പറഞ്ഞില്ലേ, കറൻ ദേശക്കാരനായ ഉവൈസ് ബിൻ ആമിറിനെ നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ ഉവൈസിനോട് ദുആ ചെയ്യാൻ പറയണേ, ഉവൈസിനോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയ സയ്യിദുനാ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ആ ഉവൈസ് തങ്ങൾ മദീനത്ത് പോന്നിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരെ കണ്ടാൽ ഉവൈസ് തങ്ങൾ അവരെ വിളിക്കും. എന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ കണ്ണിലൊന്ന് ചുംബിച്ചോട്ടെ, ഞാൻ നിങ്ങളെ ഒന്ന് മുത്തം വെച്ചോട്ടെ. ഹബീബിനെ കണ്ട കണ്ണുകളല്ലേ, മുത്തുനബിയെ കണ്ട കണ്ണുകളല്ലേ, എനിക്ക് ഭാഗ്യം കിട്ടിയില്ല, നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയതല്ലേ, ഞാനൊന്ന് ചുംബിച്ചോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ കണ്ണിൽ ബഹുമാനപ്പെട്ട ഉവൈസ് തങ്ങൾ ചുംബിക്കും, അവരെ കെട്ടിപ്പിടിക്കും, അവരെ ആലിംഗനം ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ആ മദീനത്ത് വന്നിട്ട് തിരിച്ചു വന്ന കൂട്ടര് പറഞ്ഞത്, ഉവൈസേ, ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഉഹദിന്റെ രണാങ്കണത്തിൽ, ഉഹദിന്റെ രണഭൂമിയിൽ ഹബീബായ നബി തങ്ങളുടെ ഒരു പല്ലി ഷഹീദായിട്ടുണ്ട്. മുത്തുനബിയുടെ ഒരു പല്ലി ഷഹീദായിട്ടുണ്ട്. അവർ ഉവൈസ് തങ്ങൾ ചോദിച്ചു, നബി തങ്ങളുടെ ഏത് പല്ലാ ഷഹീദായത്? മുത്തുനബിയുടെ ഏത് പല്ലാ നഷ്ടപ്പെട്ടത്? അവര് പറഞ്ഞു, എനിക്കറിയില്ല, ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ തന്റെ മുഴുവൻ പല്ലുകളും ഉവൈസ് ബിൻ ആമിർ തങ്ങള് ഇടിച്ചു കളഞ്ഞെങ്കിൽ, അതിനെ പിഴുതു കളഞ്ഞെങ്കിൽ വേദന അനുഭവിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ്? അതൊരു ഇഷ്കിന്റെ കഥയാണ്, അതൊരു ഇഷ്കിന്റെ ചരിത്രമാണ്, അതൊരു വല്ലാത്ത ഇഷ്കാണ്. അത് ഹബീബായ നബി തങ്ങളുടെ അനുരാഗത്തിന്റെ കഥയാണ്. അങ്ങനെയുള്ള ഉവൈസ് ബിൻ ആമിർ തങ്ങളെ ഹബീബായ നബി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞപ്പോ, മുത്തിന്റെ വഫാത്ത് കഴിഞ്ഞ സന്ദർഭത്തില് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫയായ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് തങ്ങളും ഈ ഉവൈസിനെ കാണാൻ വന്നില്ലേ പ്രിയപ്പെട്ടവരെ? കിസ്റയും കൈസറിനെയും വിറപ്പിച്ച ഭരണാധികാരികൾ ഈ ഉവൈസിനെ കാണാൻ വന്നില്ലേ? ഈ ഉവൈസിനെ കാണാൻ വന്നപ്പോ, ഈ ഉവൈസിനെ കാണാൻ വന്നപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഒന്ന് മനസ്സിലാക്കണം. ആ മനുഷ്യരോട്, ഖറൻ നിവാസികളോട് ഉവൈസിനെ കണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ നാട്ടുകാര് പറഞ്ഞില്ലേ, നിങ്ങൾ അന്വേഷിച്ച് വരാൻ മാത്രം പറ്റിയ ഒരു ഉവൈസ് ഇവിടെയില്ല. മലമുകളിൽ ഒരു പ്രാന്തനായ ഉവൈസുണ്ട്, മലമുകളിൽ ഒരു പ്രാന്തനായ ഉവൈസ് ബിൻ ആമിറുണ്ട്.
അപ്പം പറഞ്ഞു ഞങ്ങളാ മനുഷ്യനെയാ കാണാൻ വന്നത്, ആ മനുഷ്യനെ കാണാനാ ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഉവൈസ് ബിൻ ആമിർ വൈകുന്നേരമാകുമ്പോ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരും എന്ന് പറയുമ്പോ ഉമർ തങ്ങളും അലിയാര് തങ്ങളും കാത്തു നിൽക്കുകയാണ്. ഉവൈസ് ബിൻ ആമിർ തങ്ങൾ ഇറങ്ങി വന്നു, അവരോട് സംസാരിച്ചു, ചോദിച്ചു, ഉവൈസ് തങ്ങൾ നിങ്ങൾ നബിയെ കണ്ടവരല്ലേ, നിങ്ങൾ നബിയെ മനസ്സിലാക്കിയവരല്ലേ, നിങ്ങൾ നബിയെ അറിഞ്ഞവരല്ലേ? അതേ, ഞങ്ങൾ നബിയെ കണ്ടവരാണ്, ഞങ്ങൾ നബിയെ അറിഞ്ഞവരാണ്, ഞങ്ങൾ നബിയെ മനസ്സിലാക്കിയവരാണ്. അപ്പൊ ചോദിച്ചു, നിങ്ങളുടെ പല്ലൊന്ന് കാണിച്ച്. ഉമർ തങ്ങളോടും വലിയാര് തങ്ങളോടും പറയുകയാണ്, നിങ്ങളുടെ പല്ലൊന്ന് കാണിച്ച്. പല്ല് കാണിച്ചപ്പോ പല്ലെല്ലാം നല്ലതുപോലെ ഉണ്ടല്ലോ. അങ്ങനെ ഉവൈസ് തങ്ങൾ തന്റെ പല്ലുകളും കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് കണ്ടോ, നിങ്ങൾ നബിയെ മനസ്സിലാക്കിയിട്ടില്ല, നിങ്ങൾ നബിയെ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ നബിയെ പഠിച്ചിട്ടില്ല, നിങ്ങൾ കാണേണ്ടതുപോലെ ഒരു മനുഷ്യരും ആ നബിതങ്ങളെ കണ്ടിട്ടില്ല, ആ നബിതങ്ങളെ അറിഞ്ഞിട്ടില്ല. ആ നബിയുടെ മഹത്വമാ പറയുന്നത്.